ഓണമായിട്ടും ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലാണ് കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് മുഴുവൻ ശമ്പളം നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈ മാസം ലഭിക്കില്ല. തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് മന്ത്രിയും സർക്കാർ മനസ്സിലാക്കണമെന്ന് തൊഴിലാളി യൂണിയനുകളും ആവശ്യപ്പെടുന്നു. കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതിനുശേഷം ആദ്യം പ്രഖ്യാപിച്ചത് കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് ശമ്പളം 5-ാം തീയതിക്ക് മുമ്പ് മുഴുവനായി നൽകുമെന്നാണ്. എന്നാൽ പ്രഖ്യാപിച്ച് 3 മാസം കഴിയുമ്പോഴും പ്രഖ്യാപനമായി മാത്രം തുടരുകയാണ്. ഓണമായിട്ടും ഈ മാസത്തെ ശമ്പളവും എന്ന് നൽകാൻ കഴിയുമെന്ന് വ്യക്തതയില്ലാത്ത അവസ്ഥയിലാണ് മാനേജ്മെന്റ്. മന്ത്രിയാകട്ടെ വിദേശത്തും. ജീവനക്കാരുടെ ബുദ്ധിമുട്ട് കൂടി മനസ്സിലാക്കാൻ മന്ത്രിയും സർക്കാരും തയ്യാറാകണമെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. ശമ്പളം ഇന്നിപ്പോൾ തീയതി 3 ആവുകയാണ്. ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ശമ്പളം എന്ന് കൊടുക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു സൂചന പോലും ഇന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി സ്ഥലത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ശമ്പളം കൃത്യമായി 5-ാം തീയതിക്ക് മുൻപായി ഒരുമിച്ച് നൽകാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ബോണസും ഉത്സവ ബത്തയും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അടിയന്തിരമായി ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും ഉൾപ്പെടുന്ന മന്ത്രിമാർ ചേർന്നുള്ള സമിതി അടിയന്തിരമായി തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നും കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഉത്സവബത്തയും ബോണസും നൽകുന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഗതാഗത വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള യോഗം ചേരാത്തതും ഇതിന് പ്രധാന കാരണമാവുകയാണ്. ജനം, തിരുവനന്തപുരം.